മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം യങ്സ്റ്റേഴ്സാണ്, അതായത് ഫ്രഷേഴ്സ്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുന്ന കൂട്ടുകാരാണ്. നമുക്ക് ഈ ഒരു കോൺട്രാസ്റ്റ് മനസ്സിലാക്കാൻ രണ്ട് സിറ്റുവേഷൻ എടുക്കാം. ഒന്ന്, ഏകദേശം ഒരു 10 വർഷം മുമ്പ് ഒരു ഫ്രഷർ, ഒരു ഗ്രാജുവേറ്റ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ആ ജോലിയിൽ കൂടി കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒബ്വിയസ്ലി യു ആർ ഗെറ്റിംഗ് ഫ്രം യുവർ കോളേജ് ഓർ സ്കൂൾ. പക്ഷേ ഇതിനെ എങ്ങനെ വർക്ക് എൻവയോൺമെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികൾക്ക് ഈ ഒരു ബോധമുണ്ടായിരുന്നു. അതായത് ആ ജോബിൽ എത്തിയാൽ മാത്രമേ ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജിക്കൽ നോളജ്, അതോടൊപ്പം ഒരു ടീമിൻ്റെ ഭാഗം എങ്ങനെ ആവുക എന്നുള്ളത്, എംപ്ലോയബിലിറ്റി പാരാമീറ്റേഴ്സ് ബിൽഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ. സോ ഇത് വളരെ ആക്റ്റീവായി, വളരെ പ്രൊആക്റ്റീവായി പഠിച്ചെടുക്കുന്ന കൂട്ടുകാരായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ജനറേഷൻ. പക്ഷേ ഇന്ന് കാണുന്ന കുട്ടികളുടെ പ്രത്യേകത എന്നുള്ളത് എൻടൈറ്റിൽഡാണ്. അതായത് ഈ കുട്ടികൾ വരുമ്പോൾ അവർ ജോബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജോബിനെ പഠിച്ചെടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ എത്ര പെട്ടെന്ന് കാശുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ജോബ് പൊസിഷനിൽ പെട്ടെന്ന് പ്രൊമോഷൻ വേണം. സാലറി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ബാക്കി പല പേർക്സും, വണ്ടി, സ്വന്തമായിട്ട് പല കാര്യങ്ങളും കമ്പനി അവർക്ക് നൽകുകയാണെങ്കിൽ, അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പല ബൂസ്റ്റിങ്സും അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതും വളരെ ലിമിറ്റഡ് ടൈമിൽ. കുട്ടികളുമായി സംസാരിക്കുമ്പോൾ അവരുടെ കൺസേൺസും ഗ്രീവിയൻസും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ ഒരു രീതിയിലുള്ള ടൈം സ്കെയിൽ വെച്ചിട്ടാണ് ജോബിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതായത് 6 മാസം കൊണ്ട് ഇത്ര സാലറി, 1 വർഷം കൊണ്ട് ഇത്ര സാലറി, 2 വർഷം കൊണ്ട് ഇത്ര സാലറി, ഇത്ര ഫെസിലിറ്റി, അതിനുശേഷം അങ്ങനെ പല കാര്യങ്ങളും അവർ നെയ്തെടുക്കുകയാണ്. സോ ജോബിൽ നിന്ന് എങ്ങനെ കാര്യങ്ങൾ പഠിച്ചെടുക്കാം, എന്നിട്ട് എങ്ങനെ വാല്യുബിൾ ആകാം, എങ്ങനെ സ്കിൽ നേടി മുന്നോട്ട് പോകാം എന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ, അവരുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ആ ജോബിൽ നിന്ന് എത്ര കാര്യങ്ങൾ വലിച്ചെടുക്കാം എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ, അതോടൊപ്പം പല കാര്യങ്ങളും കമ്പനിയിൽ നിന്ന്, എംപ്ലോയറിൽ നിന്ന് അവർക്ക് നേടിയെടുക്കുക എന്നുള്ള കാര്യമാണ്. ഇത് എത്രത്തോളം നല്ലതാണെന്ന് വ്യൂവേഴ്സായ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റും. ഒരു ജോബിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫ്രഷറിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ല, സർട്ടിഫിക്കറ്റും അതോടൊപ്പം ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട് തിയോററ്റിക്കലായ പല കാര്യങ്ങളല്ലാതെ. പക്ഷേ ജോബിൽ നിന്നാണ് അവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക.